നീ എന്നെ കണ്ടടാ നീ എന്നെ അറിയോ? ഒരുപാട് പേരായി ചോദിക്കുന്നു ഈ റാം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം. ഈ റാം അപ്ഗ്രേഡ് ചെയ്യുന്നത് ഭയങ്കര ഈസി ആയ ഒരു പരിപാടിയാണ്. ഇനി ഈ കടയിൽ പോയി പൈസ ചെലവാക്കേണ്ട ഒരു കാര്യമില്ല. 5 രൂപ ഇളവെന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ്. ഇതാണ് ഒരു റാം എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ കൊല്ലം വരെ ഈ റാമിന്റെ വില 1500 സംതിങ് ആണ്. ഈ കൊല്ലം അത് 5000ന്റെ മുകളിലാണ്. ഇങ്ങനെ പിടിച്ചു പറിച്ച് ഉണ്ടാക്കണത് മരുന്ന് കടയിൽ കൊണ്ട കൊടുത്താൽ കരള് കത്തിപ്പോവാനിയാ. ഇനിയിപ്പോ ഇതെങ്ങനെ വാങ്ങാൻ ചോദിച്ചാൽ നേരെ എങ്ങനെ ലാപ്പിന്റെ സ്പെക്ക് പോവാ, അതിൽ കൊടുത്തിട്ടുണ്ടാവും റാമിന്റെ DDR5 ആണോ DDR4 ആണോ, അതിന്റെ സ്പീഡ് എത്രയാണ്, അത് നേരെ സെർച്ച് ചെയ്യുക. അതിനനുസരിച്ച് ഒരു ലാപ്ടോപ്പിന്റെ റാം വാങ്ങിക്കുക. ഇനിയിപ്പോ ലാപ്പ് കുത്തിപ്പൊളിക്കാനും ആദ്യം നോക്കേണ്ടതിന്റെ വാറണ്ടിയാണ്. സാധാരണ ലാപ്പിനൊക്കെ ഒരു കൊല്ലമാണ് വാറണ്ടി. വാറണ്ടി തീർന്നില്ലെങ്കിൽ നേരെ ലാപ്പ് റാം കൊടുത്തിട്ട് സർവീസ് സെന്റർ പോവാ അപ്ഗ്രേഡ് ചെയ്യാൻ പറയുക. അപ്പൊ അവർ അപ്ഗ്രേഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ നേരെ ലാപ്പ് തിരിക്കുക. ഇവിടെ 4 സ്ക്രൂ ഉണ്ടാവും. ഈ 4 സ്ക്രൂ അഴിക്കുക. ആ സ്ക്രൂ അഴിക്കുന്നതിന് മുമ്പ് നോക്കേണ്ടത് മര്യാദക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തന്നെ അഴിക്കണം. കത്തിയൊന്നും വെച്ച് തിരിക്കരുത്. അതിന്റെ ആ പ്ലസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചാലും കിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അണ്ണനെങ്ങനെ അറിയാ? അത് ശരി, ചെറുതപ്പെട്ടായിരുന്നല്ലേ. എല്ലാ ലാപ്പും തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതന്നെയാവും അവസ്ഥ. ഈ ബ്ലാക്ക് സാധനം കണ്ടോ, ഇതിന്റെ ബാക്കിലുള്ള ഇതാണ് റാം ഇടുന്ന സ്ലോട്ടും. ഓൾറെഡി ഉള്ള റാം എന്ന് പറയുന്നത് പഴയുള്ള റാം, പിന്നെ റാം ഇടാൻ ഒരു സ്ലോട്ട് കൂടെ ഉണ്ടാവും. ഇനിയിപ്പോ ഈ റാം എങ്ങനെ അപ്ഗ്രേഡ് ആക്കി വെച്ചാൽ ഇവിടെ ഒരു കട്ട് കാണും. അതേ കട്ടിന്റെ ഇവിടെ ഉണ്ടാവും. അത് നേരെ 2 അലൈൻ ചെയ്യുക, താഴത്തേക്ക് നേരെ പ്രസ് ചെയ്യുക. ഇത്ര പണിയുള്ളൂ ഒരു റാം അപ്ഗ്രേഡ് ആക്കാൻ.